നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് കാര്യമാണെങ്കിലും ഫോണിൽ പറയാൻ പറഞ്ഞിട്ടും നീ സംസാരിക്കാൻ പോലും തയ്യാറല്ല. ഞാനത് ഫോണില് ഗൗതത്തോട് പറഞ്ഞാൽ അതിന് അർഹിക്കുന്ന ഗൗരവം കിട്ടില്ല എന്ന് എനിക്കറിയാം. ശ്രീകുട്ടിക്ക് വേണ്ടി പൂജ നടത്താനെന്ന് പറഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞ് സഞ്ജുവും വീട്ടിൽ നിന്ന് പോയി. അവന്റെ പോക്ക് കണ്ടാൽ അറിയാം ഓഫീസിലേക്ക് അല്ലാന്ന്. ഒരാള് ക്ഷേത്രത്തിൽ പോയി, മറ്റൊരാൾ ഓഫീസിലേക്കാണെന്നും പറഞ്ഞു പോയി. അതിന് നീ ഇത്ര ഉത്കണ്ഠപ്പെടുന്ന എന്തിനാ? അതുകൊണ്ടാ കാര്യങ്ങൾ ഞാൻ ഗൗതത്തോട് പറയാത്തത്. ഗൗതം, അമ്മ പോയത് പെരുവണ്ണപുരത്തേക്ക്. എന്റെ ബലമായ സംശയം സഞ്ജു പോയിരിക്കുന്നതും അവൾക്കൊപ്പം തന്നെയാണെന്നാ. ഇത് അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റാ. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികഞ്ഞ ദിവസമാണെന്ന് അവള് കാവേരിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഇത്രയൊക്കെ ആയിട്ടും നീ അതിന്റെ പിന്നാലെയുള്ള നടപ്പ് നിർത്തിയില്ല അല്ലേ? അമ്മുവിന്റെ ഭർത്താവ് വീട്ടിൽ വന്നതല്ലേ കവിത? ഇനി എന്തിനാ നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി പാഴാക്കി കളയുന്നത്? അതും ഒരു സർവന്റ് പെണ്ണിന്റെ പിന്നാലെ നടന്നു. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ ഒരുത്തം വന്നാൽ അതങ്ങ് വിശ്വസിക്കാൻ തയ്യാറല്ല ഞാൻ. എന്നെ നിശബ്ദയാക്കാൻ സഞ്ജുവും ദിനേശനും എന്തു വഴി നോക്കും. അതിലാദ്യം നോക്കുന്ന വഴി ഒരു ഡ്യൂപ്പ് ഭർത്താവിന് രംഗത്തിറക്കിയ. അതാ നടന്നിരിക്കുന്നത്. കുറച്ച് ബുദ്ധിയുള്ള ആർക്കും ഇത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടി മണ്ടിയൊന്നും അല്ല ഞാൻ. എന്താ നിന്റെ അടുത്ത നീക്കം? സമയം കളയാതെ അത് പറ. ഗൗതത്തിനിപ്പോ സമയം തീരെ കുറവാണല്ലോ. അനിയത്തിയുടെ കാര്യങ്ങള് ശ്രദ്ധിക്കാനല്ലേ നേരമുള്ളൂ. ഞാൻ എന്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് നിനക്കറിയാലോ. ഇന്നൊരു സ്ഥലം വരെ പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞതാ. അതിനിടയിൽ ഈ സില്ലി മാറ്റർ പറയാൻ നീ എന്നെ വിളിച്ചു വരുത്തിയത്. എന്റെ അന്വേഷണം സത്യമാണെങ്കിൽ ഇതൊരു സിമ്പിൾ മാറ്റർ അല്ല. നീ വിഷയത്തിലേക്ക് വാ. എല്ലാ തിരക്കും മാറ്റിവെച്ച് ഗൗതം ഇപ്പൊ തന്നെ പെരുവണ്ണാപുരത്തേക്ക് പോണം. അവിടെ ക്ഷേത്രത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണം. അതൊക്കെ ഗൗതം മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യും വേണം. 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ആ നാട്ടിലേക്ക് പോകാനോ? നടക്കില്ല. ഒരാവശ്യത്തിന് ഇറങ്ങി തിരിച്ച ഒരാളോട് അത് പറയാതിരിക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും എനിക്ക് ഇല്ലാതായി പോയല്ലോ. ഇതെന്റെ ആവശ്യം മാത്രമല്ല, ഗൗതത്തിനു കൂടി വേണ്ടിയാ. ഇത് നിന്റെ സംശയരോഗത്തിന്റെ ലക്ഷണമോ? എനിക്ക് പറ്റില്ല. ഇത്രയും കിലോമീറ്ററും ഒരു പ്രയോജനമില്ല യാത്ര ചെയ്യാൻ. ഞാൻ അവിടെ ചെല്ലുമ്പോ അവനെ അവളെ കണ്ടില്ലെങ്കിലോ? വിട്ടേക്ക് എന്നൊരു വാക്കി നിനക്ക് അവസാനിപ്പിക്കും. പക്ഷെ എന്റെ ഒരു പകല നഷ്ടമാകുന്നത്. അപ്പൊ ഗൗതം പോവില്ലേ? അതല്ലേ പറഞ്ഞത്. എനിക്കിവിടെ പണിയുണ്ട്. കുറച്ചുള്ളിലുള്ള ഒരു വൃദ്ധസദനത്തിലേക്കാ ഞാനും ഗൗരിയും പോകുന്നത്. നിന്റെ മനസ്സമാധാനമല്ലേ പോയിരിക്കുന്നത്? പോയി അന്വേഷിച്ചിട്ട് വാ. അതെ, ഞാൻ തന്നെ പോകും. അതിനി ഒരാളിന്റെയും സഹായം വേണ്ട. അവനും അവളും ഒന്നിച്ചവിടെ ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചാൽ സത്യം മനസ്സിലാവും. ഈ ചാൻസ് കവിത പാഴാക്കി കളയില്ല. വിവാഹ വാർഷികത്തിന് തന്നെ രണ്ടിനെയും ഞാൻ കയ്യോടെ പിടിക്കും. അപ്പോ പെരുവണ്ണാപുരത്തേക്ക് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.